എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എത്ര പെട്ടെന്നാണ് ഒരു വർഷം പൂർത്തിയായത്. പ്രവാസിയായതിൽ പിന്നെയുള്ള ആദ്യത്തെ വെക്കേഷനാണ് കേട്ടോ ഞാൻ പോകാൻ പോകുന്നത്. അങ്ങനെ അബുദാബി ടു കാലിക്കറ്റ് നിന്ന് ഞാൻ റൂമിൽ വെച്ച് പെട്ടീൻ്റെ മുകളിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന സമയത്ത് ഇനി ഒരു വർഷമാവണമല്ലോ നാട്ടിൽ പോകാമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഒരു വർഷം പെട്ടെന്ന് പോയത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എൻ്റെ കമ്പനിയിൽ തന്നെയുള്ള മലപ്പുറംകാരനായ മുസ്തഫക്കൻ്റെ കൂടെയാണ് എൻ്റെ യാത്ര. അബുദാബി എയർപോർട്ടിൽ ഞാൻ മുമ്പ് വന്നത് രാവിലെയായിരുന്നു. അതായത് ഒരു വർഷം മുന്നേ വന്നത് രാവിലെ ആയിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് എയർപോർട്ടിൻ്റെ മനോഹാരിത അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ രാത്രിയാണ് എയർപോർട്ടിൻ്റെ ഭംഗി മനസ്സിലാവുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടുകളിൽ ഒന്നാണ് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും അബുദാബി എയർപോർട്ടിലേക്ക് അരമണിക്കൂറാണ് യാത്ര ഉള്ളത്. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് എയർപോർട്ടിൻ്റെ അകത്തെത്തി വരി നിന്ന് ബോഡി പാസും വാങ്ങി അവിടെയുള്ള ഡ്യൂട്ടി ഫ്രീന്ന് 3 ലിക്കറും വാങ്ങി ഞാൻ മുന്നോട്ട് നടന്നു. അങ്ങനെ എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റിൻ്റെ കൗണ്ടറിൻ്റെ മുമ്പിലെത്തി ബാഗും കവറും ഒക്കെ അവിടെ വെച്ച് ഞാൻ ഇരുന്നു. ഈ കാണുന്ന സ്ഥലത്താണ് ഇൻഡിഗോ ഫ്ലൈറ്റിലേക്ക് പോകേണ്ട ആളുകൾ ഇരിക്കേണ്ട സ്ഥലം. അങ്ങനെ കുറച്ചവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പോകാനുള്ള ഫ്ലൈറ്റിൻ്റെ ടൈമൊക്കെ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ജീവിതത്തിലെ 2ാമത്തെ ഫ്ലൈറ്റ് യാത്ര അബുദാബി ടു കാലിക്കറ്റ്. ഫ്ലൈറ്റിലേക്കുള്ള ആ ബ്രിഡ്ജിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു. അങ്ങനെ ഫ്ലൈറ്റ് കയറി ഞാൻ എൻ്റെ സീറ്റും അന്വേഷിച്ച് മുന്നോട്ട് നടന്നു. ചില ആളുകൾ സീറ്റിലിരിക്കുന്നതിൻ്റെ മുകളിൽ ബാഗ് വെക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലാണ്. ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അത് മുകളിൽ വെക്കരുത്, ബർത്തിൽ വെക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം തട്ടി പൊട്ടിപ്പോകുന്നത് കൊണ്ടായിരിക്കണം. ഈ കാണുന്നത് എൻ്റെ ബാഗാണ്. അങ്ങനെ ഞാൻ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. ആളുകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ കാണുമ്പോഴാണ് തോന്നുന്നത് ഇന്നലെ വാങ്ങിയ ഈ ചുവന്ന ടീഷർട്ടിന് കളർ അല്പം കൂടുതലാണോ എന്നൊരു സംശയം. കുറച്ച് കളർ അധികം കിടന്നോട്ടെ, ഒരു കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് പോകുന്നതല്ലേ. ചുവന്ന ടീഷർട്ട് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ. എയർ ഹോസ്റ്റസുമാരെല്ലാം ബാഗുകളെല്ലാം അടുക്കി വെച്ച് അതിൻ്റെ ഡോറുകൾ ക്ലോസ് ചെയ്യുന്ന തിരക്കിലാണ്. പിന്നെ ഇത് ഇന്നലെ വാങ്ങിയ പുതിയ വാച്ചാണ് കേട്ടോ. ഫ്ലൈറ്റിന് ഡിപ്പാർച്ചർ ടൈം വരുന്നത് 2:05 ഇപ്പോൾ 1:50 ആയിരിക്കുന്നു. സ്റ്റിൽ ഫ്ലൈറ്റ് പോകാനുള്ള ഫോർമാലിറ്റീസ് ഒന്നും കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോഴും എൻജിൻ സ്റ്റാർട്ടിങ്ങിലാണ്. എന്നെ സംബന്ധിച്ച് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, നാട്ടിലേക്ക് പോവല്ലേ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നു. അങ്ങനത്തെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ്റെ പേരും മറ്റുള്ള ഡീറ്റെയിൽസും അനൗൺസ് ചെയ്തു. കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന വാട്ട് ടു ഡു ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി ഓൺ എ ഫ്ലൈറ്റ് എന്നുള്ള കാര്യം ക്യാബിൻ ക്രൂ വിവരിച്ചു തന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കൃത്യം 2:20 ആയപ്പോൾ ഫ്ലൈറ്റ് മൂവായി തുടങ്ങി. എത്ര വട്ടം ഗൾഫിൽ പോവുകയും വരികയും ചെയ്ത ആളാണെങ്കിലും ടേക്ക് ഓഫിൻ്റെയും ലാൻഡിങ്ങിൻ്റെയും സമയത്ത് ഉള്ളിൽ ഒരു പെടപെടപ്പായിരിക്കും. അങ്ങനെ ആ ഒരു ടേക്ക് ഓഫ് കാണാനായി ഞാൻ എൻ്റെ ക്യാമറയുമായി കാത്തിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പേടി തോന്നിയെങ്കിലും റൺവേയിലൂടെ അതിവേഗം കുതിച്ച് ആകാശത്തിലേക്ക് ഫ്ലൈറ്റ് പറന്നുയർന്നു. അങ്ങനെ അബുദാബിയിലെ അതിമനോഹരമായിട്ടുള്ള റോഡുകൾക്കൊക്കെ മുകളിലൂടെ ഫ്ലൈറ്റ് ആകാശത്തിലേക്ക് കുതിച്ചുയർന്നു. ഇനി പറന്ന് കോഴിക്കോട് എത്തണമെങ്കിൽ 4-4.5 മണിക്കൂർ സമയമെടുക്കും. അങ്ങനെ ഞാൻ ഉറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഉണർന്നു നോക്കുമ്പോഴത്തേക്കും നേരം വെളുത്തിരിക്കുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ നമ്മൾ ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിലേക്ക് ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. എത്ര തവണ എക്സ്പീരിയൻസ് ഉള്ള ആളും ഫ്ലൈറ്റ് റൺവേയിലേക്ക് ലാൻഡ് ചെയ്യുന്ന സമയം കുറച്ചൊന്ന് പേടിക്കും. അങ്ങനെ അല്പം കുലുക്കത്തോടെയും ശബ്ദത്തോടെയും ഫ്ലൈറ്റ് കോഴിക്കോട് റൺവേയിലേക്ക് ലാൻഡ് ചെയ്തു. അങ്ങനെ കുറച്ച് സമയം റൺവേയിലൂടെ ഫ്ലൈറ്റ് ഓടിയതിനു ശേഷം 6 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോൾ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹാൻഡ് ബാഗും കവറും ഒക്കെ എടുത്ത് ഞാനും പുറത്തേക്ക് നടന്നു. കുറച്ചധികം സമയം ഈ കാണുന്ന സ്ഥലത്ത് ലഗേജിനായി ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ലഗേജും കിട്ടി. അങ്ങനെ അനിയനും അച്ഛനും കൂട്ടാൻ വന്ന കാറിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് യാത്രയായി. ഒരു വർഷമേ നാട്ടിൽ നിന്ന് വിട്ടു നിന്നുള്ളൂ എങ്കിലും നമുക്ക് ചുറ്റുമുള്ള ചില ചെറിയ കാര്യങ്ങളൊക്കെ എത്രമാത്രം വലുതാണെന്ന് അറിയണമെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പ്രവാസിയാവണം. നാട്ടിൻപുറത്തെ നീലക്കുളത്തിലേക്കും പാടത്തേക്കും തൊടിയിലേക്കും തറവാട്ടിലേക്കുമൊക്കെ വീണ്ടും ഒന്ന് എത്താൻ കൊതിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇനി ഫാമിലിയുടെ കൂടെയുള്ള സന്തോഷത്തിൻ്റെ കുറച്ച് നാളുകളാണ്. ദിവസങ്ങൾ പെട്ടെന്ന് കടന്നു പോകും. തിരിച്ചു വരുമ്പോഴുള്ള ദിവസം ആലോചിക്കുമ്പോഴാണ് ഇനി സങ്കടം. അച്ഛനോടും അനിയനോടും കുശലം പറഞ്ഞ് ഞാൻ അങ്ങനെ കാറിൽ ഇരുന്നു. എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.